Dear students, welcome to A Plus Physics. ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വേവ് ഒപ്റ്റിക്സ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് വേവ് ഒപ്റ്റിക്സ്. ഇറ്റ്സ് ആക്ച്വലി എ ന്യൂ ടോപ്പിക് ഫോർ യു. നമുക്കൊരു പുതിയൊരു ഇതുവരെ നമ്മൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐഡിയാസും കൺസെപ്റ്റും ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്റർ ആയിട്ടുള്ള റേ ഓപ്റ്റിക്സിൽ ലൈറ്റിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോപ്പർട്ടി പഠിക്കുകയുണ്ടായി, റൈറ്റ്? അതിൽ നമ്മൾ റിഫ്ലക്ഷൻ പഠിച്ചു, റിഫ്രാക്ഷൻ പഠിച്ചു, ഒരുപാട് പ്രോപ്പർട്ടീസ്, ലൈറ്റിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇവിടെ വേവ് ഒപ്റ്റിക്സും ഇറ്റ്സ് ആക്ച്വലി ഒപ്റ്റിക്സ്, സ്റ്റഡി ഓഫ് ലൈറ്റിൻ്റെ സ്റ്റഡി തന്നെയാണ് ഇവിടെ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നതും. പിന്നെ എന്തിനാണ് വേവ് ഒപ്റ്റിക്സ്? റേ ഒപ്റ്റിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ദെൻ വൈ വേവ് ഒപ്റ്റിക്സ്? കാരണം റേ ഒപ്റ്റിക്സിലൂടെ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചു, ഒരുപാട് ഇൻസ്ട്രുമെൻസിനെ പരിചയപ്പെട്ടു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. ദെൻ വൈ വേവ് ഒപ്റ്റിക്സ്? ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. നമ്മളുടെ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതായത് ലൈറ്റ് ഒരുപാട് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, ദെൻ ഇൻ്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. ഇതിൽ റേ ഒപ്റ്റിക്സിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ലൈറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് റേ ഒപ്റ്റിക്സ്, അതായത് ലൈറ്റിനെ ഒരു റേ ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് നമ്മൾ വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. ദാറ്റ് മീൻസ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്ന ലൈറ്റ് ഒരു റേ, സ്ട്രെയിറ്റ് ലൈനാണ്, അതിനൊരു ഡയറക്ഷൻ ഉണ്ട്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതൊരു റിഫ്ലക്റ്റിംഗ് സർഫസിൽ തട്ടി തിരിച്ചു വരുന്നു. ഇങ്ങനെ ലൈറ്റിൻ്റെ ബേസിക് ആയിട്ടൊരു റേ ആണെന്ന് കൺസിഡർ ചെയ്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ആ ലൈറ്റ് ഒരു റേ ആയി കൺസിഡർ ചെയ്താൽ മാത്രം നമുക്ക് ലൈറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെയായി. അങ്ങനെയാണ് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ, ആദ്യം വന്ന ഹൈഗൻസും അതിനുശേഷം വന്ന നമ്മുടെ ഫ്രണലും അതിനുശേഷം വന്ന മാക്സ്വെല്ലും. ആക്ച്വലി മാക്സ്വെൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇതിനൊരു വ്യക്തമായിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് ലൈറ്റ് എന്നും അതിൻ്റെ സ്പീഡ് ഇത്രയാണെന്നും എല്ലാ രീതിയിലുള്ള ഒരു തിയറിയിലേക്ക് എത്തിയതും. അതിൽ നിന്നും പിന്നീട് പ്ലാങ്ക്സ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് വ്യക്തമായിട്ട് ഒരു ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേവാണ്, അത് ഒരു ട്രാൻസ്വേഴ്സ് വേവാണ്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു, അതിന് മീഡിയ ആവശ്യമില്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ലൈറ്റ് ഒരു വേവ് ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുകയുണ്ടായത്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. ബൈ കൺസിഡറിങ് ലൈറ്റ് ആസ് എ വേവ്, ലൈറ്റ് ഒരു വേവായി കൺസിഡർ ചെയ്തുകൊണ്ടിട്ട് ലൈറ്റിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോപ്പർട്ടിയെ നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അപ്പം നമ്മൾ ലൈറ്റിനെ ഒരു വേവായി കൺസിഡർ ചെയ്യുമ്പം ചില ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ അറിയാം. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ലൈറ്റ് വേവായി കൺസിഡർ ചെയ്യുമ്പം നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആയിട്ടുള്ള ഒന്ന്, വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? എന്താണ് വേവ് ഫ്രണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ആഫ്റ്റർ വേവ് ഫ്രണ്ട് നമ്മൾ പിന്നെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ, അതായത് എങ്ങനെയാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, പ്രൊപ്പഗേഷൻ ഓഫ് ലൈറ്റ് ആസ് എ വേവായിട്ട് ലൈറ്റ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഹൈഗൻസ് പ്രിൻസിപ്പിളും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ ദ ഫസ്റ്റ് topic here which we are going to discuss is wave front. Okay, wave front സാധാരണ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ് വാട്ട് ഈസ് ഓർ ഡിഫൈൻ വേവ് ഫ്രണ്ട്, എന്താണ് വേവ് ഫ്രണ്ട് എന്ന് ചോദിക്കാറുണ്ട്. സോ വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. എന്താണ് വേവ് ഫ്രണ്ട്? ഒരു സോഴ്സ് കൺസിഡർ ചെയ്യാം, ലൈറ്റ് സോഴ്സ്. ഓക്കെ, ലൈറ്റ് സോഴ്സ്. ആദ്യം ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, ഈ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് ആസ് എ റേ.
റേ ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഐ വിൽ കം ടു ദ പോയിന്റ് വാട്ട് ഈസ് കോൾഡ് വേവ് ഫ്രണ്ട്. ഓക്കെ, അതായത് ലൈറ്റ് വേവ് ഫ്രണ്ട് ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ലൈറ്റിൻ്റെ പ്രൊപ്പഗേഷൻ നടക്കുന്നത് ആസ് എ വേവ് ഫ്രണ്ട് ആയിട്ടാണ്, റേ ആയിട്ടല്ല എന്നാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള റേ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ലൈറ്റ് ഒരു റേ ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെയാണ് ഞാൻ വേവ് ഫ്രണ്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു സോഴ്സ് കൺസിഡർ ചെയ്യുക, ലൈറ്റിൻ്റെ ഒരു സോഴ്സ്. ഈ ലൈറ്റിൻ്റെ ഒരു സോഴ്സിൽ നിന്നും ഇഫ് സപ്പോസ് ദിസ് ഇസ് ദ സോഴ്സ് ഓഫ് ലൈറ്റ്, ഇതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാം. റൈറ്റ്, എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് ട്രാവൽ ചെയ്യും. ഓൾ ദ ഡയറക്ഷൻസ് ലൈറ്റ് വിൽ ട്രാവൽ. റൈറ്റ്, ഇതാണല്ലോ ഒരു സോഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ ആ സോഴ്സിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. ഇനി ഇതാണ് റേ ആയിട്ട് പറയുന്ന സമയത്ത്, ഇനി നമ്മൾ വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് all the particle in the medium which are vibrating in the same phase. എങ്ങനെയാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്? അതൊരു ലോക്കസ് ആണ്. എന്താണ് ലോക്കസ് എന്ന് ഞാൻ പറയും. ലോക്കസ് ആണ്. അതെങ്ങനെയാണ് ആ വേവ് ഫ്രണ്ട് അല്ലെങ്കിൽ ലോക്കസ് ഉണ്ടാക്കുന്നത്? ഓൾ ദ പാർട്ടിക്കിൾ, ആ പോയിന്റിലുള്ള എല്ലാ പാർട്ടിക്കിൾസും, മീഡിയത്തിലുള്ള ആ പോയിന്റിലുള്ള എല്ലാ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നത് സെയിം ഫേസിലായിരിക്കും. സെയിം ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസ് എന്താണെന്നുള്ളതും വൈബ്രേഷൻ്റെ ഫേസ് എന്താണെന്നുള്ളതും ഒക്കെ നിങ്ങൾ 11ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് ഓസിലേഷൻസ് വേവ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഫേസ്. അപ്പോൾ ഞാനിവിടെ വീണ്ടും ആ ഫേസ് എന്താണെന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, നിങ്ങൾ ഫസ്റ്റ് പാർട്ടിലും നിങ്ങൾ ഫേസ് എന്താണ്, വൈബ്രേഷൻസ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ഫോർ ദാറ്റ് വാട്ട് ഇസ് ഫേസ്. അപ്പം എന്താണ്, ഒരു മീഡിയത്തിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പം സോഴ്സിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്ത് സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസും കൂടിച്ചേരുമ്പം അതിന് പറയുന്ന പേരാണ് എന്ത് ആ ലോക്കസിന് പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക, സപ്പോസ് നമ്മൾ ഇനി നമുക്കറിയാവുന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. ഈ സോഴ്സിൽ നിന്നുമാണ് ലൈറ്റ് വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ സോഴ്സിൽ നിന്നും ലൈറ്റ് വരുന്നു. ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന സ്പീഡ് ഐ എം കൺസിഡറിങ് അറ്റ് സി. ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് സി ആണെന്ന് വിചാരിക്കുക. ഇനി ആഫ്റ്റർ എ ടൈം ടി, ഒരു ടി ടൈമിന് ശേഷം എത്ര ദൂരം സഞ്ചരിക്കും? ഈ പോയിന്റിൽ നിന്നും ലൈറ്റ് ആഫ്റ്റർ എ ടി സെക്കൻഡ് ഇറ്റ് വിൽ ട്രാവൽ എ ഡിസ്റ്റൻസ്. അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാണാം? ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈം. സോ സി ഇൻറ്റു ടൈം ടി ആണെങ്കിൽ സി ടി, അതാണ് നമ്മളുടെ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദിസ്. അപ്പം ഒരു കോമൺ ഡിസ്റ്റൻസും എടുത്തു. നമുക്കറിയാം സ്പീഡും ഒരു കോമൺ ആയിരിക്കും. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ പോയിന്റിൽ നിന്നും സപ്പോസ് ഇതായിരിക്കും ഈ റേയുടെ ഡിസ്റ്റൻസ്. അതുപോലെ ഈ റേ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും, ഈ റേ കൺസിഡർ ചെയ്യുകയാണെങ്കിലും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും. ഓൾ ദ ഡിസ്റ്റൻസ് വിൽ ബി സെയിം. എന്തുകൊണ്ടാണ്? സ്പീഡും അതുപോലെ തന്നെ ടൈം നമ്മൾ കൊടുക്കുന്നതും സെയിം ആയതുകൊണ്ട് ഇവ സഞ്ചരിക്കുന്ന ദൂരം തുല്യമായിരിക്കും. ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ദൂരങ്ങൾ തമ്മിൽ നമ്മളൊരു ലോക്കസ് വരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ പറയും എൻവെലപ്പ്, ഒരു കവറിങ് പോലെ ഈ എല്ലാ പോയിന്റിനെയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്. മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ മനസ്സിലായി. ഈ പോയിന്റ് സോഴ്സിൻ്റെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അതിൻ്റെ സർക്കുലർ എന്ന് പറയാത്തതും നമുക്കറിയാം. ദിസ് ഈസ് എ 2 dimension. ഇഫ് യു കൺസിഡർ എ സോഴ്സ് ഹിയർ, ഇറ്റ് വിൽ സെൻഡ് ഓൾ ദ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാ ഡയറക്ഷനിലേക്കും എന്തുണ്ടാവും? നമ്മുടെ റേ പാസ് ചെയ്യുന്നുണ്ട്. സോ ആഫ്റ്റർ എ ടി സെക്കൻഡ് വെലോസിറ്റി സി ഉള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റേ മൂവ് ചെയ്യുകയാണെങ്കിൽ, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, സോ അതാണ് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. അല്ലെങ്കിൽ അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? എന്താണ് വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് ഇസ് നത്തിങ് ബട്ട് ലോക്കസ് ഓഫ് all the particles in the medium where they are vibrating in the same phase. സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന, എവിടെയാണോ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ആ മീഡിയത്തിലെ പാർട്ടിക്കിൾസിനെ എല്ലാം കൂടി ചേർന്ന് വരയ്ക്കുന്ന ഒരു എൻവലപ്പ് അല്ലെങ്കിൽ ഒരു ലോക്കസ്, അതിന് പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈ
പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ വേവ് ഫ്രണ്ട് സ്ഫെറിക്കൽ ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ, സോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു പുഴയിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഒരു ചെറിയ സ്റ്റോൺ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ ആ റിപ്പിൾസ്, ആ വേവ് ട്രാവൽ ചെയ്യുന്നത്, അതുപോലെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ക്ലിയർ? നമ്മളിപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കും, ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു ചെറിയൊരു സ്റ്റോണോ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ചെറിയൊരു ടിപ്പ് ഒന്ന് ഡിപ്പ് ചെയ്യുക, ഒരു ചെറിയൊരു പോയിൻ്റർ എടുത്തിട്ട് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ? ഒരു വേവ് ഉണ്ടാവും. ആ വേവ് നമ്മൾ നോക്കുകയാണെങ്കിൽ സർക്കുലറായിട്ട് എല്ലാ ഭാഗത്തേക്കും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഇൻ ദ സെയിം മാനർ സൗണ്ട് ഈസ് ട്രാവലിംഗ്. ഓക്കെ, ലൈറ്റ് ഈസ് ട്രാവലിംഗ്. സോ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ടേം കൊണ്ടുവന്നത്. വാട്ട് ഈസ് ദാറ്റ്? വേവ് ഫ്രണ്ട്. Okay, so wave front is the locus of all the points or all the particles in the medium where they are vibrating in the same phase. സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസും ആ മീഡിയത്തിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും കൂട്ടിക്കൊണ്ട് വരയ്ക്കുന്ന ഒരു ലോക്കസ് അല്ലെങ്കിൽ ഒരു എൻവലപ്പ്, അതിനെ പറയുന്ന പേരാണ് എന്ത്? വേവ് ഫ്രണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇഫ് ഇറ്റ് ഈസ് എ പോയിന്റ് സോഴ്സ്, ഇവിടെ നമ്മളെടുത്ത് പോയിന്റ് സോഴ്സ് ആണ്, അതിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. എന്നാൽ ഇനി ഇത് മാത്രമേ ഉള്ളൂ? അല്ല. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ട് പറഞ്ഞു, ഇനി അടുത്ത ടൈപ്പ് ഓഫ് വേവ് ഫ്രണ്ടിലേക്ക് വരികയാണ്. സോ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അടുത്ത പോയിന്റാണ്, വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ നമുക്ക് പോയിന്റ് സോഴ്സ് ആണെങ്കിൽ അതിൻ്റെ വേവ് ഫ്രണ്ട് സ്ഫെറിക്കൽ ആയിരിക്കും. സപ്പോസ് ഇനി പോയിന്റ് സോഴ്സ് എന്ന് പറയുന്നത് പോയിന്റ് സോഴ്സിന് പകരം ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് എ ലീനിയർ സോഴ്സ്, ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു സോഴ്സാണെന്ന് വിചാരിക്കുക. ലീനിയർ ആയിട്ടുള്ള സോഴ്സ്, ഇങ്ങനെ ലീനിയർ ആയിട്ടുള്ള ഒരു സോഴ്സ് എടുക്കുകയാണെങ്കിൽ ഇതിൽ ഓരോ പോയിന്റും ഇതേപോലെ തന്നെ ഇതിൽ ഓരോ പോയിന്റും ലൈറ്റ് റേസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, ഓരോ പോയിന്റുകളും ലൈറ്റ് റേസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അതെന്താണ്? എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യും. ഇങ്ങനെ ഉണ്ടാവും. ഇത് നേരെ മുകളിലേക്കും ഉണ്ടാവും, ഈ സൈഡിലേക്കും ഉണ്ടാവും. എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് ട്രാൻസ്മിറ്റ്. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിലോ, ഈ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ അതുപോലെ തന്നെ ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ വേവ് ഫ്രണ്ട്? എന്തായിരിക്കും നമ്മുടെ വേവ് ഫ്രണ്ട്? വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെ ഇരിക്കുക? ഇങ്ങനെ ഇതുപോലെ എല്ലാ പാർട്ടിക്കിൾസും വേവ് ഫ്രണ്ട്, ഇതിനൊരു വേവ് ഫ്രണ്ട് ഉണ്ടാവും. ഓക്കെ, ഇതിനൊരു വേവ് ഫ്രണ്ട് ഉണ്ടാവും, ഇവിടെ ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാവും. ഇത്തരത്തിൽ when you consider a linear source of light, wave front നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ it will be a cylindrical wave front. അപ്പം ഒരു ട്യൂബ് ലൈറ്റ്, നിങ്ങളൊരു ട്യൂബ് ലൈറ്റ് കൺസിഡർ ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് കൺസിഡർ ചെയ്യുക. അത്തരത്തിലൊരു ട്യൂബ് ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. ഇറ്റ് വിൽ ബി എ സിലിണ്ടറിക്കൽ, അതൊരു സിലിണ്ടറിക്കൽ ആയതുകൊണ്ട് അതിൻ്റെ വേവ് ഫ്രണ്ടും സിലിണ്ടറിക്കൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ദ സെക്കൻഡ് ടൈപ്പ്. സോ ഫസ്റ്റ് വൺ പോയിന്റ് സോഴ്സ് ആണെങ്കിൽ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്, ലീനിയർ വേവ് ഫ്രണ്ട് സോഴ്സ് ആണെങ്കിൽ സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഇത് മാത്രമല്ല, ഇനി വേറൊന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ കോമൺ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ആണ് സൺലൈറ്റ്. റൈറ്റ്, സണ്ണിൻ്റെ ലൈറ്റ് ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി. അപ്പോൾ ഒരു സോഴ്സ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ എങ്ങനെയായിരിക്കും വേവ് ഫ്രണ്ട്? സോഴ്സ് ഇൻഫിനിറ്റിയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? റേ ഓപ്റ്റിക്സിൽ ഫുള്ള് നമ്മൾ പഠിച്ചതാണ്. വെൻ എ ലൈറ്റ് വിച്ച് ഈസ് ട്രാവലിംഗ് ഫ്രം ഇൻഫിനിറ്റി ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ 1, 2, 3 ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. വെൻ ദ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി. സോ വെൻ ദ ലൈറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻഫിനിറ്റി എങ്ങനെയായിരിക്കും വേവ് ഫ്രണ്ട് ഉണ്ടാവുക? ഒരു പോയിന്റ് എടുത്താൽ സെയിം സ്പീഡ് സെയിം ടൈം എടുക്കുകയാണെങ്കിൽ ഒരു സെയിം പോയിന്റിലായിരിക്കും ഉണ്ടാവുക. റൈറ്റ്, അപ്പോൾ നമുക്ക് അതിൻ്റെ വേവ് ഫ്രണ്ട് എങ്ങനെ കിട്ടും? ഇങ്ങനെ കിട്ടും. സോ ഇത്തരത്തിൽ വേവ് ഫ്രണ്ട് ഈ
ഇത്തരത്തിലുള്ള വേവ് ഫ്രണ്ടിന് പറയുന്ന പേരാണ് എന്ത്? പ്ലെയിൻ വേവ് ഫ്രണ്ട്. അപ്പം ഇതെന്താണ്? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്. ഇതെന്താണ്? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട്. ഇതെന്താണ്? പ്ലെയിൻ വേവ് ഫ്രണ്ട്. ദിസ് ഇസ് പ്ലെയിൻ വേവ് ഫ്രണ്ട്. എങ്ങനെ? when it is coming from infinity. Light is coming from infinity, so it will be a straight line. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ പോയിന്റ്സും ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. സോ ഇറ്റ് വിൽ ക്രിയേറ്റ് എ പ്ലെയിൻ. അതൊരു പ്ലെയിനെ ക്രിയേറ്റ് ചെയ്യും. ഒരു ബീം ഓഫ് ലൈറ്റ് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ പ്ലെയിൻ. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ വേവ് ഫ്രണ്ടിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ഡിസ്കസ് ഓർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? എന്താണ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. വേവ് ഫ്രണ്ട് ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് ഓർ ഓൾ ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വിച്ച് ദേ ആർ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസിനെയും കൂടി നമ്മൾ വരയ്ക്കുന്ന ഒരു ലോക്കസ് അല്ലെങ്കിൽ ഒരു എൻവലപ്പിന് പറയുന്ന പേരാണ് വേവ് ഫ്രണ്ട് എന്നുള്ളത്. ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേവ് ഫ്രണ്ട് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ് അനുസരിച്ചിട്ടാണ്. ഇഫ് ദ സോഴ്സ് ഈസ് എ പോയിന്റ് സോഴ്സ് ദെൻ ദ വേവ് ഫ്രണ്ട് ഈസ് സ്ഫെറിക്കൽ. ഇഫ് ദ സോഴ്സ് ഈസ് ലീനിയർ ദെൻ വേവ് ഫ്രണ്ട് ഈസ് സിലിണ്ടറിക്കൽ. ഇഫ് ദ സോഴ്സ് ഈസ് infinity, that means the light is coming from infinity or far away, then it will become a plane wave friend. Clear? Is this clear? ഉള്ളതും കണ്ടു, റൈറ്റ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹൗ ദ ലൈറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ മീഡിയം. വേവായി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ഒരു മീഡിയത്തിലൂടെ എത്തരത്തിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രിൻസിപ്പിളാണ്, ഹൈഗൻസ് പ്രിൻസിപ്പിൾ. Huygens principle. So what is Huygens principle? എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ? വളരെ സിമ്പിളാണ്, എക്സാമിനൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. സോ ഇത് വരച്ച് തന്നെ, അതായത് ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ പോലെ വരച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന ഒരു സോഴ്സ് ഓഫ് ലൈറ്റിനെ കൺസിഡർ ചെയ്യുന്നു. വിൽ കൺസിഡർ എ സോഴ്സ് ഓഫ് ലൈറ്റ്. ഓക്കെ, ഈ സോഴ്സ് ഓഫ് ലൈറ്റ് നമുക്കറിയാം, ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ സോഴ്സിൽ നിന്നും എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ട്രാവൽ ചെയ്യുന്നുണ്ട്? ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, അതായത് റേ ഓപ്റ്റിക്സിലൊക്കെ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ എല്ലാ ഡയറക്ഷനിലേക്കും എന്തുണ്ട്? റേ ട്രാവൽ ചെയ്യുന്നുണ്ട്, ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. എല്ലാ ഡയറക്ഷനിലേക്കും ലൈറ്റ് റേസ് ട്രാവൽ ചെയ്യുന്നു. ഇവിടെ ഞാൻ ആകെ ഇത്രയേ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ ടു അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ ക്ലിയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അതുകൊണ്ട് എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ട്. സോ ഐ വിൽ കൺസിഡർ ദിസ് 3 ലൈറ്റ് റേസ്. ഓക്കെ, ദെൻ ഐ വിൽ ഫൈൻഡ് ഔട്ട് എ വേവ് ഫ്രണ്ട് ഓഫ് ദിസ് വൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നിശ്ചിത ദൂരം സഞ്ചരിക്കുന്നു വിത്ത് എ ടൈം ടി ആൻഡ് സ്പീഡ് സി. നമുക്ക് ഡിസ്റ്റൻസ് കാണാൻ പറ്റും. എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം. അങ്ങനെ നമുക്കൊരു വേവ് ഫ്രണ്ട് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ദ വേവ് ഫ്രണ്ട്. അപ്പോൾ ആദ്യം അദ്ദേഹം പറയുന്നത് ദ വിൽ ബി എ പ്രൈമറി വേവ് ഫ്രണ്ട്. ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ടാവും. ഒരു സോഴ്സിൽ നിന്നും ഒരു പ്രൈമറി വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും അറ്റ് എ ഡിസ്റ്റൻസ്. നമ്മൾ പഠിച്ചതാണ് വാട്ട് ഈസ് വേവ് ഫ്രണ്ട്. Wave friend is the locus of all the points where they are vibrating in the same phase. സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസിനെയും ചേർത്ത് നമ്മൾ പറയുന്നതാണ് എന്ത്? അല്ലെങ്കിൽ ഇറ്റ്സ് എ ലോക്കസ് ഓഫ്, അല്ലെങ്കിൽ നമ്മൾ പറയും എൻവലപ്പ്. ഇറ്റ്സ് ആക്ട് ആസ് ആൻ എൻവലപ്പ്. അപ്പം ഈ പോയിന്റിലും പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഹൗ ദ ലൈറ്റ് വിൽ ബിഹേവ് ഫസ്റ്റ്. ദെൻ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഇതെങ്ങനെയാണ് ഇനി പ്രൊപ്പഗേറ്റ് ചെയ്യുക? വേവ് ഫ്രണ്ട് ആയിട്ട് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക? വേവ് ഫ്രണ്ട് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ സിമ്പിളാണ്. ഇതുണ്ടായിരിക്കുന്ന ഈ വേവ് ഫ്രണ്ടിൻ്റെ ഓരോ പോയിൻറ്റും ആക്ട് ആസ് സെക്കൻഡറി വേവ് ഓർ സോഴ്സ് ഓഫ് ലൈറ്റ്. സെക്കൻഡറി സോഴ്സ് ഓഫ് ലൈറ്റ്. അതായത് നമുക്ക് കിട്ടിയ ഈ വേവ് ഫ്രണ്ട്, ഈ ലൈറ്റിൽ നിന്നും വരുന്ന വേവ് ഫ്രണ്ടാണ് നമ്മളിത് കണ്ടു. ഇറ്റ് ഇസ് ദ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് വേർ ദേ ആർ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ്. സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പോയിന്റ്സുകളും എല്ലാ പാർട്ടിക്കിൾസും ചേർന്നൊരു വേവ് ഫ്രണ്ട് ഉണ്ടായി. ഈ വേവ് ഫ്രണ്ടിനെ നമ്മൾ പ്രൈമറി വേവ് ഫ്രണ്ട് എന്ന് പറയും. ഈ വേവ് ഫ്രണ്ടിൻ്റെ ഓരോ പാർട്ടിക്കിൾസും, ഈ വേവ് ഫ്രണ്ടിലും ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഈ ഓരോ പാർട്ടിക്കിൾസും എന്ത് ക്രിയേറ്റ് ചെയ്യും? എഗെയിൻ അനദർ റേസ്. എല്ലാ ഡയറക്ഷനിലേക്കും റേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലൈറ്റ് റേസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനതൊന്ന് ക്ലിയർ ആയി വരയ്ക്കാൻ വേണ്ടി മറ്റൊരു എൻലാർജ് ചെയ്ത് വരയ്ക്കുകയാണ്. സോ
സപ്പോസ് ദിസ് ഇസ് അവർ വേവ് ഫ്രണ്ട്. ഇതാണ് നമ്മുടെ വേവ് ഫ്രണ്ട് എന്ന് വിചാരിക്കാം. ഇതാണ് വേവ് ഫ്രണ്ട് എന്ന് വിചാരിക്കാം. ഈ വേവ് ഫ്രണ്ടിൻ്റെ ഓരോ പാർട്ടിക്കിൾസും, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പോയിന്റ്, പാർട്ടിക്കിൾ മീൻസ് പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്, ഇങ്ങനെ എല്ലാ പോയിന്റിലും, ഈ വേവ് ഫ്രണ്ടിൻ്റെ എല്ലാ പോയിന്റിലും എന്തുണ്ടാവുന്നുണ്ട്? ഒരു സോഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഈച്ച് പോയിന്റ് ഇൻ ദ വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് എ സോഴ്സ്. ഈച്ച് പോയിന്റ് ഇൻ ദ വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് എ സോഴ്സ്. അപ്പം ഇതൊരു സോഴ്സാണ്. ഈ സോഴ്സിൽ നിന്നും ലൈറ്റ് എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നു. ലൈറ്റ് റേസ് എല്ലാ ഡയറക്ഷനിലേക്കും പോകുന്നു. ഇതാ ഇങ്ങനെ. ദ ലൈറ്റ് വിൽ ട്രാവൽ ഇൻ ഓൾ ദ ഡയറക്ഷൻസ്. അതുപോലെ തന്നെ ഇവിടെ ഈ ലൈറ്റ് റേ കാണുകയാണെങ്കിൽ ഇവിടെയും ഉണ്ടാവും all the direction. Light will travel in all the direction. Okay, so ഇത് എന്താണ്? നമ്മുടെ സോഴ്സ് ഇതാണ്. ഈ സോഴ്സ് ഒരു വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്നു. അത് നമ്മൾ പറഞ്ഞതാണ്. വാട്ട് ഈസ് വേവ് ഫ്രണ്ട്? ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് വേർ ദേ ആർ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം ഫേസ്. അതിനെ ഞാൻ എൻലാർജ് ചെയ്ത് വരയ്ക്കുന്നു. ഈ ഓരോ പോയിന്റുമാണ് നിങ്ങൾ ഈ കാണുന്നത്. സോ ഈ ഓരോ പോയിന്റുകളും എന്താണ്? ആക്ട് ആസ് അനദർ സോഴ്സ് ഓഫ് ലൈറ്റ്. അങ്ങനെ ആവുമ്പം ഇത് നമുക്ക് എന്ത് തരുന്നു? ഒരു സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് തരുന്നു. എല്ലാം സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് തരുന്നു. അടുത്ത സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട്, അടുത്ത പോയിന്റ് സോഴ്സ് ഓഫ്, ഈ പോയിന്റ് സോഴ്സിൽ വീണ്ടും വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നു, ഈ പോയിന്റിൽ വീണ്ടും വേവ് ഫ്രണ്ട് ഉണ്ടാകുന്നു. ഇത്തരത്തിൽ എല്ലാ പോയിന്റുകളും എന്ത് തരുന്നു? പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാവും. ഈ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിനെ എല്ലാം നമുക്ക് ചേർത്തിട്ട് ഒരു ലോക്കസ് വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ അനദർ വേവ്ലെറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് വേവ് ഫ്രണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ വരച്ചത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു വേവ് ഫ്രണ്ട് ഓൾറെഡി നമുക്ക് ഉണ്ടാവും. ആ വേവ് ഫ്രണ്ടിൻ്റെ ഓരോ പോയിന്റും സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആ ഓരോ സോഴ്സും സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്നു. ആ സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് എല്ലാം കൂടി ചേരുന്ന സമയത്ത് നമുക്കൊരു ലോക്കസ് വരയ്ക്കാൻ പറ്റും. ഇത് ടച്ച് ചെയ്യുന്ന പോയിന്റ് നമുക്കൊരു ലോക്കസ് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വേവ് ഫ്രണ്ട്. അപ്പോൾ എവിടെ എത്തി? ഇവിടെ ഉണ്ടായിരുന്ന സോഴ്സ് ലൈറ്റ് ഇവിടെ എത്തി. ഇവിടെ നിന്ന് നെക്സ്റ്റ് സ്റ്റേജ് ഇവിടത്തേക്ക് എത്തി. ക്ലിയർ? ഇത്തരത്തിലാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. ഫസ്റ്റ് ദ സോഴ്സ് വിൽ ക്രിയേറ്റ് എ പ്രൈമറി വേവ് ഫ്രണ്ട്. പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് പ്രൈമറി വേവ് ഫ്രണ്ട്. എന്താണ് വേവ് ഫ്രണ്ട്? ഇറ്റ് ഈസ് എ പോയിന്റ് ഓർ ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് ഓൾ ദ പോയിന്റ്സ് ഓർ ഓൾ ദ പാർട്ടിക്കിൾസ് വേർ ദേ ആർ വൈബ്രേറ്റിംഗ് ഇൻ ദ സെയിം മീഡിയം. ഓക്കെ, സെയിം ഫേസ്. ഒരു മീഡിയത്തിൽ പിന്നെ സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന എല്ലാ പാർട്ടിക്കിൾസും കൂടെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ലോക്കസ് അല്ലെങ്കിൽ എൻവലപ്പാണ് വേവ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരു വേവ് ഫ്രണ്ട് കിട്ടുന്നു. ഈ വേവ് ഫ്രണ്ട് എങ്ങനെയാണ് ഇനി നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത്? ആ മീഡിയത്തിൽ തന്നെ ഓരോ പോയിന്റും, ഈ വേവ് ഫ്രണ്ടിൻ്റെ ഓരോ പോയിന്റും ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ലൈറ്റ്. അപ്പം വീണ്ടും ഇതേപോലെ തന്നെ എന്തുണ്ടാക്കുന്നു? സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. ഈ ഓരോ പോയിന്റും ഉണ്ടാക്കുന്ന സ്ഫെറിക്കൽ വേവ് ഫ്രണ്ടിനെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു എൻവലപ്പ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ലോക്കസ് വരച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് നെക്സ്റ്റ് വേവ് ഫ്രണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടിയ വേവ് ഫ്രണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് അവർ വേവ് ഫ്രണ്ട് AB. Okay, this is the same AB. We will get A dash B dash next to wave friend. അതുപോലെ തന്നെ മറ്റൊരു വേവ് ഫ്രണ്ടും കൂടെ നമുക്കുണ്ടാവും. അതെവിടെയാണ്? ഈ ബാക്ക്വേർഡ് ഡയറക്ഷനിലുള്ള ഒരു വേവ് ഫ്രണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു ഹൈഗൻസ് പ്രിൻസിപ്പിൾ ദിസ് വൺ we can call it as A double dash B double dash. This is not considered as a wave front. ഇത് നമ്മളൊരു വേവ് ഫ്രണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഓൺലി ദ ഫോർവേഡ് വേവ് ഫ്രണ്ട് വിൽ കൺസിഡർ ഇറ്റ് ആസ് what for the propagation. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ പുതിയ വേവ് ഫ്രണ്ടും എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഓരോ പോയിന്റുകളും സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെ ആകുമ്പം എഗെയിൻ ഓൾ ദ ഡയറക്ഷൻസ് ഫ്രം ദിസ് ഓൾ ദ ഡയറക്ഷൻ ഇറ്റ് വിൽ ക്രിയേറ്റ് എന്ത് സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. അത് മറ്റൊരു എന്തായിരിക്കും? വേവ് ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നു. സോ വേവ് ലെറ്റ് ഉണ്ടാക്കുന്നു, അത് വേവ് ഫ്രണ്ടിലേക്ക് മാറ്റുന്നു. സോ ദിസ് ഈസ് വാട്ട് ഹൗ ദ ലൈറ്റ് ഈസ് പ്രൊപ്പഗേറ്റിംഗ്.
ആസ് എ ഫോം ഇൻ ദ ഫോം ഓഫ് എ വേവ്. ആദ്യം ഒരു സോഴ്സ് ഉണ്ടാവും, അതൊരു പ്രൈമറി വേവ് ഫ്രണ്ട് ഉണ്ടാക്കുന്നു. ആ പ്രൈമറി വേവ് ഫ്രണ്ടിലുള്ള ഓരോ പോയിന്റുകളും സ്ഫെറിക്കൽ വേവ് ഫ്രണ്ട് ഉണ്ടാക്കും. അതിനെ ലോക്കസ് വരയ്ക്കുമ്പം അത് നമുക്ക് അടുത്ത വേവ് ഫ്രണ്ട് കിട്ടുന്നു. ഈ പോയിന്റ് ഈ തന്നിരിക്കുന്ന നമുക്ക് കിട്ടിയ ഈ വേവ് ഫ്രണ്ട്, ഇതും എന്ത് ചെയ്യും, എല്ലാ ഡയറക്ഷനിലേക്കും വേവ് ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ വേവ് ഫ്രണ്ട് വീണ്ടും കണക്ട് ചെയ്തുകൊണ്ട് ലോക്കസ് വരച്ചാൽ യു വിൽ ഗെറ്റ് നെക്സ്റ്റ് വേവ് ഫ്രണ്ട്. ഇത്തരത്തിൽ അഗെയിൻ ഈച്ച് പോയിന്റ് ഓഫ് ദിസ് വേവ് ഫ്രണ്ട് അഗെയിൻ വിൽ ആക്ട് ആസ് സോഴ്സ് ഓഫ് ലൈറ്റ്, ദെൻ അഗെയിൻ ഇറ്റ് വിൽ പ്രൊപ്പഗേറ്റ്. ഇത്തരത്തിൽ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഇതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. Okay, so what is Huygens principle? According to Huygens principle, each point in the wavefront will act as a source of light, and in that point, each point it will spread the speed light in the same speed of light. ലൈറ്റിൻ്റെ അതേ സ്പീഡിൽ തന്നെയാണ് ഈ മീഡിയത്തിലൂടെ എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുക. അതായത് പ്രൈമറി നമ്മൾ പറഞ്ഞ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്നും ഓരോ പോയിന്റും ആക്ട് ചെയ്യുന്ന ലൈറ്റ് റേസ് മൂവ് ചെയ്യുന്നത് സെയിം സ്പീഡായിരിക്കും. അതായത് ഈ നമ്മുടെ മെയിൻ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് എങ്ങനെയാണോ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്തത് അതേ സ്പീഡിൽ തന്നെ ആയിരിക്കും സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി വേവ് ഫ്രണ്ടിൽ നിന്നുള്ള ഓരോ പോയിന്റിൽ നിന്നുള്ള ലൈറ്റ് റേസും ട്രാവൽ ചെയ്യുന്നത്. ഇതാണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ പറയുന്നത്. ഇത്തരത്തിൽ എങ്ങനെയാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ബൈ creating wavefront, primary, then secondary, then tertiary, like that they will create wavefront. Forward wavefront മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. So the light will propagate from one point to another in the form of a wave. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഹൈഗൻസ് പ്രിൻസിപ്പിൾ എന്ന് മാത്രമാണ്. അതിനു മുമ്പ് നമ്മൾ വാട്ട് ഈസ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേവ് ഫ്രണ്ട് എന്താണ്, ടൈപ്സ് ഓഫ് വേവ് ഫ്രണ്ട്, ദെൻ ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഹൗ ഹി എക്സ്പ്ലെയിൻഡ് വാട്ട് the propagation of light. Okay, so അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, take care, bye bye.